ഈ ഒരു കാര്യത്തിന് പോലും ദേഷ്യപ്പെട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു മനുഷ്യനാണോ ഞങ്ങൾ? കല്യാണത്തിന് പോകുന്ന വഴിക്ക് ട്രാഫിക് ജാമിൽ നമ്മുടെ വണ്ടി പെട്ടെന്ന് വെച്ചാൽ ആ ദേഷ്യം മൊത്തം നമ്മുടെ വൈഫിനോടും മക്കളോടും കാണിക്കുന്ന ആളാണോ ഞങ്ങൾ? ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. രാവിലെ ഓഫീസിൽ പോകാൻ നേരത്ത് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പാൻ താമസിച്ചു പോയെന്ന് വെച്ച് വൈഫിനോട് ദേഷ്യപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് ഒരു സൈക്കിളുകാരൻ കുറുക്കെ ചാടി. ആ ദേഷ്യം മൊത്തം ആ സൈക്കിളുകാരനോടും കാണിച്ച് ബാക്കിയുള്ള ദേഷ്യം മൊത്തം ഓഫീസിലുള്ള സ്റ്റാഫുകളോടും കാണിച്ച് അന്നത്തെ ദിവസം ഞങ്ങളുടെ ക്ലയൻറ്റ് മീറ്റിംഗ്, കസ്റ്റമർ മീറ്റിംഗ് മൊത്തം ചളവാക്കി രാത്രി വീട്ടിൽ വന്ന് ഡെസ്പായിട്ട് വന്ന ഒരു വാക്ക് പോലും വൈഫിനോട് സംസാരിക്കാതെ നിങ്ങൾ വന്ന് കിടക്കുന്ന ഒരു വ്യക്തിയാണോ ഞങ്ങൾ? ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു കാര്യം മറുവശവും കൂടെ പറയട്ടെ. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിൻ്റെ പേരിൽ ആ വൈഫ് ഒരു പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല അന്നത്തെ ദിവസം. നിങ്ങൾ ഡിന്നറെങ്കിലും കഴിക്കാൻ വരുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളുടെ സ്റ്റാഫാണെങ്കിൽ ഈ ജോലിയിൽ തുടർന്നോ വേണ്ടയോ, മുതലാളി എന്ന് എന്നെ പള്ളു പറയുന്നു, എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ആ സ്റ്റാഫ് പോകുന്നു. നേരെ മറിച്ച് നിങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ കൂടെ കുറുക്കെ ചാടി ആ സൈക്കിളുകാരൻ ആ റോഡും ക്രോസ് ചെയ്ത് അപ്പുറത്തെ ബാറിൽ പോയി 2.60 അടിച്ച് 100 രൂപയ്ക്ക് മീനും വാങ്ങിച്ച് അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ വൈഫുമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് കഴിയുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഒരു വ്യക്തിയോട് ദേഷ്യപ്പെടുമ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരടുത്ത് ദേഷ്യപ്പെടുമ്പോഴും അത് ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ദേഷ്യമാണെങ്കിൽ മാത്രം ചെയ്യുക. ഒരു പക്ഷെ അവർ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി തരാൻ താമസിച്ചാണ്, നിങ്ങൾ ജസ്റ്റ് ഒരു ആശ്വാസവാക്കെങ്കിലും പറയാതെ കുഴപ്പമില്ല, ഞാൻ ഓഫീസിൽ ചെന്ന് കഴിച്ചോളാം, പ്രശ്നമില്ല എന്ന് നിങ്ങൾക്കൊരു വാക്ക് പറയാമായിരുന്നു. പോട്ട് നിങ്ങൾ ഓഫീസിൽ ചെന്ന് നിങ്ങൾ സ്റ്റാഫിനോട് ചൂടാവുണ്ടായിരുന്നു. അവരുടെ മോറൽ നിങ്ങളൊക്കെ നശിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കി ചെറിയ ചെറിയ കാര്യത്തിനൊന്നും ദേഷ്യപ്പെടാൻ പാടില്ല. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ലാപ്പ് കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിച്ച് ജീവിക്കാൻ നോക്കുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ.